ശോഭാ സുരേന്ദ്രൻ, കെ സുരേന്ദ്രൻ, കുമ്മനം രാജശേഖരൻ, പി.സി. ജോർജ്. ബി.ജെ.പിയുടെ കരുത്തുറ്റ സ്ഥാനാർത്ഥികളുടെ പേരുകൾ പറയുമ്പോൾ അധികമാരും ബി ഗോപകുമാർ എന്ന പേര് പറഞ്ഞിട്ടുണ്ടാകില്ല. നേമവും വട്ടിയൂർക്കാവും മഞ്ചേശ്വരവും പോലെ ബി.ജെ.പി വേരോട്ടമുള്ള മണ്ഡലങ്ങളുടെ ലിസ്റ്റിൽ അല്പം താഴെയാണ് ചാത്തന്നൂർ. പക്ഷേ ഇത്തവണ കേരളത്തിൽ UDF തരംഗം മാഞ്ഞടിച്ചപ്പോൾ ചാത്തന്നൂർ കാഴ്ചവെച്ചത് ട്വിസ്റ്റാണ്. ഒ രാജഗോപാലിന് ശേഷം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടുന്ന ആദ്യ ബി.ജെ.പിക്കാരൻ എന്ന നേട്ടത്തിലേക്കാണ് ബി ഗോപകുമാർ 4000-ലേറെ വോട്ടുകളുടെ മിന്നുന്ന ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ബി ഗോപകുമാർ ആദ്യമായി ചാത്തന്നൂരിൽ മത്സരിക്കാനെത്തുന്നത്. CPI നേതാവ് GS ജയലാൽ ആയിരുന്നു ചാത്തന്നൂരിൽ ഇടത് സ്ഥാനാർത്ഥി. കോൺഗ്രസിലെ ശൂരനാട് രാജശേഖർ UDF-നായി മത്സരിച്ചു. ഫലം വന്നപ്പോൾ ജയലാൽ 34,407 വോട്ടുകളുടെ ഗംഭീര ഭൂരിപക്ഷം നേടി മണ്ഡലം നിലനിർത്തി. 2021-ൽ വീണ്ടും GS ജയലാലും ബി ഗോപകുമാറും നേർക്കുനേർ വന്നപ്പോൾ പക്ഷേ ജയലാലിന്റെ ഭൂരിപക്ഷം 17,206 കുറഞ്ഞു. അതായത് ഭൂരിപക്ഷം നേർപകുതിയായി. കോൺഗ്രസിന്റെ N പീതാംബരക്കുറുപ്പിന് ചാത്തന്നൂരിൽ കാര്യമായ ചലനം 2021-ൽ ഉണ്ടാക്കാനായില്ല. GS ജയലാലിന്റെ വോട്ട് വിഹിതത്തിൽ കാര്യമായ ഇടിവ് കഴിഞ്ഞവട്ടം സംഭവിച്ചപ്പോൾ ബി.ജെ.പി 6% വർധനവുണ്ടാക്കി. 2011-ൽ വെറും 3.36% വോട്ട് വിഹിതമുണ്ടായിരുന്ന ബി.ജെ.പിയെ 2021-ൽ 30.61% ഉയർത്തുന്നതിൽ ബി ഗോപകുമാർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. 2 വട്ടം 2ാം സ്ഥാനത്തെത്തിയ ശേഷം ബി ഗോപകുമാർ നേടിയ വിജയം സംസ്ഥാനത്ത് ബി.ജെ.പിക്ക് വലിയ മൈലേജ് നൽകുമെന്നുറപ്പാണ്. CPI സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായി എന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് വലിയ ചർച്ചയായി മാറിയിരുന്നു. അതേസമയം A ക്ലാസ് മണ്ഡലമായി വിലയിരുത്തി ചാത്തന്നൂരിൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള MLA-മാരടക്കം ക്യാമ്പ് ചെയ്താണ് പ്രചാരണം നയിച്ചത്. സ്ഥാനാർത്ഥികളിൽ മണ്ഡലത്തിൽ നിന്നുള്ള വ്യക്തി എന്ന ഗുണവും ഗോപകുമാറിന് അനുകൂലമായി. ദേശജനാധിപത്യ സഖ്യത്തിന് തിരുവല്ലയിലും ഐതിഹാസിക മുന്നേറ്റമാണ് ഉണ്ടായത്. ബി.ജെ.പി സ്ഥാനാർത്ഥി അനൂപ് ആന്റണിയുടെ ജയം തടയാൻ മണ്ഡലത്തിൽ നടന്നത് CPM-ന്റെ വമ്പൻ വോട്ട് കച്ചവടമാണ്. എന്നിട്ടും 43,078 വോട്ടോടെ രാഷ്ട്രീയ എതിരാളികളെ ഞെട്ടിച്ച് മണ്ഡല ചരിത്രത്തിൽ ഇതാദ്യമായി 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഒന്നിലേറെ റൗണ്ടുകളിൽ ലീഡ് നിലനിർത്താൻ അനൂപ് ആന്റണിക്കായി. UDF-ലെ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ 53,224 വോട്ട് നേടിയാണ് വിജയിച്ചത്. ദീർഘകാലം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച മുൻ മന്ത്രി കൂടിയായ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. 42,023 വോട്ടുകൾ മാത്രമാണ് മാത്യു ടി തോമസിന് നേടാനായത്. കഴിഞ്ഞ തവണ ബി.ജെ.പിക്ക് ലഭിച്ച വോട്ടുകൾ ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കാൻ അനൂപ് ആന്റണിക്കായി. 2021-ൽ 22,674 വോട്ടുകൾ മാത്രമാണ് ബി.ജെ.പിക്ക് ലഭിച്ചത്. ചിട്ടയായ പ്രവർത്തനമാണ് NDA-യെ വിജയത്തിനരികിലെത്തിച്ചത്. CPM നടത്തിയ വമ്പൻ വോട്ട് കച്ചവടമാണ് തിരുവല്ലയിൽ UDF-നും മാമൻ വർഗീസിനും തുണയായത്. CPM ശക്തി കേന്ദ്രങ്ങളിൽ വലിയ രീതിയിൽ വോട്ട് UDF മറിച്ചു. ലക്ഷങ്ങൾ ഒഴുക്കിയാണ് CPM കേഡർ വോട്ടുകൾ വലത് സ്ഥാനാർത്ഥി വിലക്കെടുത്തതെന്ന ആരോപണം വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമാക്കുമെന്ന് ഉറപ്പാണ്. CPM അപ്രമാദിത്വമുള്ള പ്രദേശങ്ങളിലെ വോട്ട് ചോർച്ച സാധാരണ പ്രവർത്തകരിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പർ കുട്ടനാടൻ കാർഷിക ജനത ആവേശോജ്വല മുന്നേറ്റമാണ് അനൂപ് ആന്റണിക്ക് നൽകിയത്. കേന്ദ്ര കാർഷിക നയങ്ങളുടെ പിന്തുണയും കിസാൻ സമ്മാൻ നിധി അടക്കമുള്ള പദ്ധതികളും ജനങ്ങൾ ഏറ്റെടുത്തതും നേട്ടമായി. കുറ്റൂർ, പെരിങ്ങര, നിരണം, കടപ്ര, നെടുമ്പ്രം തുടങ്ങിയ അപ്പർ കുട്ടനാടൻ മേഖലകളിൽ ബി.ജെ.പിക്ക് ഏകപക്ഷീയ മുന്നേറ്റമാണ് ലഭിച്ചത്. പരമ്പരാഗത CPM വോട്ടുകളിൽ വലിയ വിള്ളൽ വീഴ്ത്താനും അനൂപ് ആന്റണിക്കായി. സംസ്ഥാന സർക്കാരിന്റെ കർഷക ദ്രോഹ നയങ്ങളും നെല്ല് സംഭരണത്തിലെ വീഴ്ചയും മണ്ഡലത്തിൽ പ്രധാന ചർച്ചയായിരുന്നു.